ഉത്തരം വന്നു. പോസ്റ്റ്മോർട്ടം വീട്ടുവളപ്പിലില്ല. പോസ്റ്റ്മോർട്ടം വീട്ടുവളപ്പിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫസ്റ്റ് ചാൻസ്. ആദ്യം നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം ആശുപത്രിയിലേക്ക് ആയിരിക്കും നടത്തുക. എവിടെയാണ് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അവർ തീരുമാനമെടുത്തിട്ടുണ്ടാവാം. പോസ്റ്റ്മോർട്ടം എന്തായാലും വീട്ടുവളപ്പിൽ വെച്ച് നടത്തില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കെമിക്കൽ പരിശോധനകൾ വേണ്ടിവരും. മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പരിശോധന. മെഡിക്കൽ കോളേജിൽ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ടി വി പ്രസാദ് സംശയങ്ങൾ ബലപ്പെടുകയാണെന്ന് പറയേണ്ടി വരും, അല്ലേ? ഉറപ്പായും അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ മരണം എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ജനങ്ങൾക്കും സമൂഹത്തിനും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിക്ക് മുന്നിൽ വരെ കൃത്യമായ മറുപടി വേണ്ട ഒരു കേസായി ഇവിടുത്തെ ഈ ഗോപൻ്റെ സമാധി കേസ് മാറി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വീഴ്ചയുമില്ലാതെ മൃതദേഹം അഴുകിയിട്ടാണെങ്കിൽ പോലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിശോധന, സാധാരണ ഒരു ഫ്രഷായ ബോഡി പരിശോധിച്ച് ഫോറൻസിക് സർജന്മാർ വിലയിരുത്തുന്നത് പോലെ തന്നെയുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതിലേക്ക് ഇവരെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിനകത്ത് കെമിക്കൽ അനാലിസിസ് നടക്കേണ്ടതുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർ ഇനി അത് ഫുൾ പ്രൂഫ് ആയിട്ടൊരു അന്വേഷണം തന്നെയായിരിക്കുമല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയും വിവാദമായ ഒരു സാഹചര്യത്തിൽ നടത്താൻ ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഒരു തെളിവും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു തെളിവും ഇല്ലാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി കെമിക്കൽ പരിശോധന ആവശ്യമാണെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ലാബിലേക്ക് അയച്ച് പഴുതടച്ചിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് സർക്കാർ പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. നമുക്ക് കാണാം ഇൻക്വസ്റ്റ് നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം സ്ട്രെച്ചറിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും മൊഴിയെടുക്കുക, അല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. ഇനിയാണ് ഇപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇത്രനാളും നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗവും എല്ലാം കേട്ടുമെങ്കിൽ പോലും ഇനിയാണ് നിയമപരമായ യഥാർത്ഥ നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. കടന്നു എന്നുള്ളത് തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടി തുടങ്ങിയതോടുകൂടി തന്നെ അതിലേക്ക് കടന്നു. ഇനിയിപ്പോൾ കൃത്യമായി നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കുക എന്നുള്ളത്. കൂടുതൽ സൗകര്യത്തോടുകൂടി പിഴവില്ലാതെ തെറ്റില്ലാതെ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തുന്ന രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും എന്ന തീരുമാനത്തിലേക്കും എത്തിയത് അതുകൊണ്ട് തന്നെ ആകണം. ഇവിടെ അനുകൂലമായ സാഹചര്യമാണ്, സംഘർഷമില്ല. പക്ഷേ എന്നിട്ട് കൂടി അവിടെ നിന്ന് ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പിറകിലുള്ള കാര്യം. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളായി പരിശോധിക്കേണ്ടി വരും. എപ്പോഴാണ് മരണം സംഭവിച്ചത്, മരണത്തിൻ്റെ സമയം ഏതാണ്ട് നമ്മൾ നേരത്തെയൊക്കെ അറിയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതാണ്ട് ഒരു സമയം പറയാറുണ്ട്. അതുപോലെയുള്ള ഒരു സമയം അറിയണം. മാത്രമല്ല കോസ് ഓഫ് ഡെത്ത്, മരണകാരണം, അതാണ് പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം.